സർ, ലിബിയൻ പട്ടാള മേധാവി തുർക്കിയുടെ ആകാശത്ത് വെച്ച് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഫോടനം നടന്നു. തുർക്കിയെ സംശയത്തിന്റെ നിഴലിൽ നോക്കണോ? ഇതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലിബിയ എന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണമാണ്. നമ്മൾ യമനെ പറ്റി പറയുന്നില്ലേ, രണ്ടല്ലേ? അതെ. സനയും ഏഡനും രണ്ട് തലസ്ഥാനം എന്ന് പറഞ്ഞതുപോലെ ലിബിയ രണ്ട് കഷ്ണമാണ്. അപ്പൊ അതുകൊണ്ട് ആരെ സംശയിക്കണം എന്നുള്ളത് നമുക്ക് ഈ സംഭവം വിവരിച്ച ശേഷം നമുക്ക് നോക്കാം. അതായത് ലിബിയൻ പട്ടാള മേധാവി മാത്രമല്ല, അതായത് ലിബിയയുടെ പട്ടാള മേധാവി തുർക്കിയിൽ വന്നിട്ട് അവിടുത്തെ പ്രതിരോധ മന്ത്രിയുമായും അവിടുത്തെ പട്ടാള മേധാവിയായിട്ട് ചർച്ച ചെയ്തിട്ട് മടങ്ങി ലിബിയയിലേക്ക് പോകുമ്പോഴാണ് ഈ തുർക്കിയുടെ ആകാശത്ത് വെച്ച് സ്ഫോടനം നടന്ന് കൊല്ലപ്പെടുന്നത്. വൈദ്യുതി തകരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യണം എന്ന് ഈ വിമാനത്തിൽ നിന്ന് കൺട്രോൾ ടവറിൽ, ഈ വിമാനത്താവളത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് നടക്കുന്നതിന് മുമ്പേ സ്ഫോടനമൊക്കെ നടന്ന് തകർന്നു പോയി. ഈ കൂട്ടത്തിൽ 4 സീനിയർ ഓഫീസേഴ്സ് പട്ടാളത്തിൻ്റെ തന്നെ ലിബിയ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 3 ക്രൂ, ഈ വിമാനത്തിലെ ക്രൂവും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫാൽക്കൺ 50 ജെറ്റ് ആണ് തകർന്നിരിക്കുന്നത്. പട്ടാള മേധാവി മുഹമ്മദ് അൽ ഹദാദ്. അപ്പോൾ അങ്കാറയിൽ നിന്ന് പറന്നുയർന്ന ഒരു 18 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ പിന്നെ ആകാശത്ത് വെച്ച് തന്നെ അത് തകർന്നു പോവുകയാണ് ചെയ്തത്. ലാൻഡിങ്ങിനുള്ള ശ്രമമൊന്നും നടന്നതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. അപ്പോ ഈ ഹെയ്മന എന്ന് പറഞ്ഞ പ്രവിശ്യയിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ അടിയന്തര ലാൻഡിങ്ങിന് ഈ വിമാനം ആവശ്യപ്പെട്ടിരുന്നത്. ഹെയ്മന. ചൊവ്വാഴ്ച ആണ് ഈ ചർച്ച നടന്നത് തുർക്കിയിൽ. ഇയാൾ വന്നിട്ട് തുർക്കി പ്രതിരോധ മന്ത്രി യാസർ ഗുലറുമായിട്ട് ചർച്ച നടത്തി. പട്ടാള മേധാവി സെൽസുക് ബെറാൽ തറഗ്ലു അയാളുമായിട്ടും ചർച്ച നടത്തി. അത് കഴിഞ്ഞ് ട്രിപ്പോളിക്ക് മടങ്ങുമ്പോഴാണ് സ്ഫോടനം. അത് വിമാന അപകടമെന്നോ അട്ടിമറിയെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലാണ്. തുർക്കി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. അങ്കാറയിലെ എസൻബോഗ വിമാനത്താവളത്തിൽ നിന്നാണ് ഇത് 5:10 പറന്നുയർന്നത്. 42 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വിമാനവുമായിട്ട് കൺട്രോൾ ടവറിന് ബന്ധം നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അടിയന്തര ലാൻഡിംഗ് ഒക്കെ ആവശ്യപ്പെട്ട ശേഷം ബന്ധം അറ്റുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഹെയ്മന എന്ന് പറഞ്ഞ ഈ വിമാനം തകർന്ന സ്ഥലം അങ്കാറയിൽ നിന്ന് 74 കിലോമീറ്റർ അകലെ ആണ്. പറന്നുയർന്ന് ഈ പറഞ്ഞ പോലെ 16-18 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ അലർട്ട് വരുന്നത്. ഹദാദ് ഉൾപ്പെടെ, പട്ടാള മേധാവി ഹദാദ് ഉൾപ്പെടെ 8 പേരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആകാശത്ത് വലിയ പ്രകാശഗോളം എന്നൊക്കെ പറയാം കണ്ടതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. വലിയ ശബ്ദത്തോടുകൂടി സ്ഫോടനം നടന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ബോംബ് പോലെയായിരുന്നു സ്ഫോടന ശബ്ദം എന്നൊരു ദൃക്സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹദാദിന്റെ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഈ പട്ടാള മേധാവി ഹദാദിന്റെ ഉപദേഷ്ടാവ് മുഹമ്മദ് അൽ അസാവി, മേജർ ജനറൽ അൽ ഫിത്തൂറി ഗ്രൈബിൽ, മേജർ ജനറൽ മുഹമ്മദ് ജൂമ, സഹായി മുഹമ്മദ് അൽ മഹ്ജൂർ, ഇവരൊക്കെ വിമാനത്തിലുണ്ടായിരുന്നു. 2020 ഓഗസ്റ്റ് മുതൽ ഇയാൾ പട്ടാള മേധാവിയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയാണ് ഇയാളെ നിയമിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി അല്ല ഇന്നത്തെ പ്രധാനമന്ത്രി. ലിബിയ 2 കഷ്ണമാണ്. ഇനി നമ്മൾ മറ്റേ കാര്യത്തിലേക്ക് വരാം. ലിബിയ 2 കഷ്ണമാണെന്ന് പറഞ്ഞല്ലോ. ഒരെണ്ണത്തിന്റെ ആസ്ഥാനം ട്രിപ്പോളി, അതിന്റെ നേതാവ് ദബേബ. കിഴക്ക് കമാൻഡർ ഖലീഫ ഹഫ്തർ ആണ് ഭരിക്കുന്നത്. വിമത കമാൻഡർ ഖലീഫ ഹഫ്തർ ആണ് ഭരിക്കുന്നത്. ഉത്തരാഫ്രിക്കയിലെ രാജ്യമാണ് ലിബിയ. ലിബിയൊക്കെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കൊല്ലത്ത് നിന്ന് ജനയുഗം വാരിക വരുമായിരുന്നു. കാമ്പിശ്ശേരി കരുണാകരൻ പത്രാധിപരായിരുന്നു.
യേശുദാസൻ അതിൽ കാർട്ടൂണിസ്റ്റൊക്കെയാണ്. ഓ യേശുദാസന്റെ പോക്കറ്റ് കാർട്ടൂണും ഒക്കെ ഉണ്ട് അതിന്റെ ആദ്യത്തെ പേജിൽ. നല്ല അക്കാലത്ത് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള വാരികയായിരുന്നു ജനയുഗം, കാമ്പശ്ശേരിയുടെ കാലത്ത്. അതില് മാത്തുക്കുട്ടി ജെ കുന്നപ്പള്ളി എന്ന് പറഞ്ഞ ഒരാളതിൽ സ്ഥിരം എഴുതുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാത്തുക്കുട്ടി ജെ കുന്നപ്പള്ളി ലിബിയയിലേക്ക് പോയി. ലിബിയയിലേക്ക് പോയപ്പോൾ അങ്ങേരെ വാളക്കുഴി മുതൽ ട്രിപ്പോളി വരെ എന്ന് പറഞ്ഞിട്ടൊരു യാത്രാവിവരണം എഴുതി. വാളക്കുഴി അയാളുടെ ഗ്രാമമാണ്. അപ്പോൾ നന്നായിട്ട് എഴുതുന്ന ആളായിരുന്നു. അങ്ങനെ ആണ് ലിബിയ എൻ്റെ മനസ്സിലേക്കൊക്കെ വരുന്നത്, ഈ വാളക്കുഴി മുതൽ ട്രിപ്പോളി വരെ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ മാത്തുക്കുട്ടി കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടൊരു ട്രാവൽ വാരികയോ മാസികയോ നടത്തുന്നത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ 2 കഷണത്തില് 2011 മുഅമ്മർ ഗദ്ദാഫിയാണല്ലോ അതിന്റെ ഏകാധിപതി ആയിരുന്നു. ഗദ്ദാഫിയെ 2011 കൊന്നുകളഞ്ഞു. നാറ്റോയുടെ പിന്തുണയുള്ള കലാപത്തിലാണ് ഗദ്ദാഫിയെ കൊല്ലുന്നത്. എന്ന് പറഞ്ഞാൽ നാറ്റോ രാഷ്ട്രങ്ങൾ ലിബിയക്കെതിരെയായിരുന്നു അന്ന്. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സർക്കാരാണ് ട്രിപ്പോളിയിൽ ഇപ്പോൾ ഉള്ളത്. UN പിന്തുണയുള്ള സർക്കാരാണ് ട്രിപ്പോളിയിലുള്ളത്. ആ ലിബിയക്ക് തുർക്കിയുടെ അകമഴിഞ്ഞ സഹായമുണ്ട് എല്ലാ കാര്യത്തിലും. അടിസ്ഥാന സൗകര്യം, ആയുധങ്ങൾ വാങ്ങല്, ഭക്ഷണം, മരുന്ന് തുടങ്ങി സർവ്വവിധ സഹായങ്ങളും ഉണ്ട്. പക്ഷേ ആ കിഴക്കൻ ഭാഗത്തെ ഖലീഫ ഹഫ്തർ ഭരിക്കുന്ന കിഴക്കൻ ഭാഗം ഉണ്ടല്ലോ, അവരുമായിട്ടും ഈയിടെ തുർക്കി ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഒരു സംഘർഷം ഉണ്ട് ലിബിയയിൽ. തുർക്കിയുമായിട്ടും ഒക്കെ ഒരു അസ്വാരസ്യം കാണും. അപ്പൊ തുർക്കിയുടെ ചാര മേധാവി ഇബ്രാഹിം കാലിൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റില് ബംഗാസിയിൽ പോയി. ബംഗാസിയാണ് മറ്റേ ട്രിപ്പോളിയുടെ തലസ്ഥാനം. ബംഗാസിയിൽ പോയി ഈ കമാൻഡർ ഹഫ്തറിനെ കണ്ട് ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആണ് ഈ ലിബിയ 2 കഷണവും ആ 2 കഷണങ്ങൾ തമ്മിൽ സംഘർഷവും ഉള്ളത് കൊണ്ട് ആണ് ഈ ട്രിപ്പോളിയിൽ നിന്ന് പോയ പട്ടാള മേധാവി തുർക്കിയുടെ ആകാശത്ത് കൊല്ലപ്പെടുന്നത് ദുരൂഹമായിട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കിഴക്കൻ ലിബിയയുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തതായിക്കൂടെ, കമാൻഡർ ഹഫ്തർ ചെയ്തതായിക്കൂടെ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ചില വലിയ സാമ്പത്തിക സൈനിക ശക്തിയുള്ള രാജ്യമാണല്ലോ തുർക്കി. അപ്പോൾ തുർക്കിക്ക് താല്പര്യമുള്ള ചില നീക്കങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാവില്ല. കാരണം തുർക്കിക്ക് താല്പര്യമില്ലാത്തവരെ ഇല്ലാതാക്കുക, തുർക്കിയോട് ചേർന്ന് നിൽക്കുന്നവരെ ഒപ്പം നിർത്തുക, ഈ ഒരു പോളിസി വെച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തുർക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് സഹായവും ആയുധമൊക്കെ നൽകുന്നു. ഇവിടെയും തുർക്കിക്ക് ഒരു താല്പര്യം കാണില്ല ഇതിനകത്ത്. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ തുർക്കി ട്രിപ്പോളി തലസ്ഥാനമായ ലിബിയയുടെ കൂടെ കുറെ നാൾ നിന്നിട്ട് പെട്ടെന്ന് ഒരു ചുവടുമാറ്റം ഇതിൻ്റെ അകത്ത് സംഭവിച്ചല്ലോ. മറ്റേ ബംഗാസി തലസ്ഥാനമായ ലിബിയയിലെ ഹഫ്തറുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെ തുർക്കിയുടെ ആകാശത്ത് വെച്ച് തുർക്കി ഈ പട്ടാള മേധാവിയെ വകവരുത്തുന്നത് അത്ര ബുദ്ധിയല്ല. അങ്ങനെയാണ് തുർക്കിയെ നേരിട്ട് സംശയിക്കുമല്ലോ. അതെ, വേറെ ആരെങ്കിലും ചെയ്തതാകാനാണ് സാധ്യത. തുർക്കി ചെയ്യുകയാണെങ്കിൽ തുർക്കിയുടെ ആകാശത്ത് വെച്ചല്ല വേറെ എവിടെയെങ്കിലും വെച്ച് ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി. തുർക്കി ഉടനെ കയറി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഈ പട്ടാള മേധാവി തുർക്കിയിലെത്തിയിട്ട് ഈ എർദോഗനെ കണ്ടില്ലെങ്കിലും പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തുല്യ പദവിയുള്ളവരെയാണല്ലോ കാണുക. അപ്പൊ അവിടുത്തെ പട്ടാള മേധാവിയും കണ്ടു, പ്രതിരോധ മന്ത്രിയും കണ്ടു, ചർച്ചയൊക്കെ നടന്നല്ലോ. അപ്പോ ബന്ധം ഒന്നും പുതുക്കി മടങ്ങുന്ന ആളായിരുന്നു. അപ്പോൾ വിമാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഹാക്കിംഗ് വഴിയും ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ തന്നെ വിമാനങ്ങൾക്ക് അഹമ്മദാബാദിലെ സ്ഫോടനത്തിന്റെ പിന്നിൽ തന്നെ ദുരൂഹതയുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ സംസാരിച്ചിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു അട്ടിമറി ആണെങ്കിൽ അത് തള്ളിക്കളയാൻ പറ്റില്ല. കിഴക്കൻ ലിബിയയുടെ
പങ്കോ അല്ലെങ്കിൽ കിഴക്കൻ ലിബിയ ഹഫ്തറിനോട് താല്പര്യമുള്ള വേറെ ഏതെങ്കിലും ശക്തിയോ സംഘടനയോ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാകാം. അതായത് ഇസ്ലാമിക ശക്തികൾ അല്ലേ തമ്മിൽ ഉള്ള സംഘർഷത്തിന്റെ ഒരു ഇരയാകാനും മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.